എൻ്റെ പൊന്നേ, രാവിലെ തുടങ്ങും അവൻ്റെ സംശയം. എന്തിനും ഏതിനും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉത്തരം പറഞ്ഞുണ്ടല്ലോ ഞാൻ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു. അത്ര വലിയ തെറ്റാണോ സംശയം ചോദിക്കുന്നത്? മൂലക മിശ്രണം ജീവനുമായി ബന്ധപ്പെട്ട ഐസോടോപ്പുകളുടെ അനുപാതം ഇങ്ങനെയുള്ള തെളിവുകൾ സൂചിപ്പിക്കുന്നത് കോശങ്ങൾ 380 കോടി വർഷം മുമ്പെങ്കിലും ഉണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ വളർന്ന് വലുതായി അവരുടെ ചുറ്റുപാട് അവർ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോഴും അവർ സ്വന്തമായി ഓരോന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് അവർ സംശയങ്ങൾ ചോദിച്ചു തുടങ്ങുന്നത്. അത് വളരെ വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. നമ്മൾ സയൻസ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ വായിച്ചു തുടങ്ങത്തില്ലേ, ലുക്ക് അറൗണ്ട് യുവർ സറൗണ്ടിങ്സ്, എന്നിട്ട് നമ്മൾ സ്വയം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് ചിന്തിക്കൂ എന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നമ്മളോട് പറയില്ലേ. ആ ഒരു പ്രോസസ്സ് നാച്ചുറലായിട്ട് തുടങ്ങുമ്പോഴാണ് കുഞ്ഞുങ്ങൾ ഇത്തരം സംശയങ്ങൾ ചോദിക്കുന്നത്. അതിന് നമ്മൾ വേവലാതിപ്പെടുവോ, അതൊരു ഭാരമായി തോന്നുമോ, അല്ലെങ്കിൽ അത്തരം കുഞ്ഞു നുണുങ്ങ സംശയങ്ങളായിരിക്കും ചോദിക്കുന്നത്. അത് അവരുടെ ചിന്തകളിൽ നിന്നും അവർ തന്നെത്താനെ കണ്ടെത്തുന്ന ചോദ്യങ്ങളാണ്. അതിനെ ഏറ്റവും സ്റ്റുപ്പിഡാണെന്നുള്ള രീതിയിൽ പെരുമാറുകയും നിസ്സാരവൽക്കരിക്കുകയും ഒന്നും ചെയ്യരുത്. അത് അവർ സ്വന്തമായി ചിന്തിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ ബ്രെയിൻ പ്രവർത്തിച്ചു തുടങ്ങുക. അപ്പം നമ്മൾ അതിനെ കെട്ടടക്കുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ഡെവലപ്മെൻറ്റിൽ സംഭവിക്കുന്നത്? നമ്മൾ ഈ പുസ്തകം നോക്കി കാണാൻ പഠിക്കുന്ന കുറച്ചൊരു തലമുറയാണോ നമ്മൾ സൃഷ്ടിക്കേണ്ടത്? അങ്ങനെയാണോ നമ്മുടെ കുഞ്ഞുങ്ങൾ വേണ്ടത്? സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ള, സ്വന്തമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന കുഞ്ഞുങ്ങളാണ് നമുക്ക് വേണ്ടത്. അതിന് അവരുടെ ഈ ചിന്തകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞു തുടങ്ങാം. ഇന്നലെ എൻ്റെ മോള് 4.5 വയസ്സാണ്, എന്നോട് ചോദിച്ചു, അമ്മ 6 ഒരു കുഞ്ഞു നമ്പറാണോ, അതായത് സ്മോൾ നമ്പറാണോ ബിഗ് നമ്പറാണോ? അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു. വെറുതെ സാമാന്യമായിട്ട് ചിന്തിച്ച് അതൊരു സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ ഒരു ചോദ്യം എൻ്റെ കുഞ്ഞ് ചോദിച്ചെങ്കിൽ അവൾ നമ്പേഴ്സിനെ പറ്റി ചിന്തിച്ചു. അവൾക്ക് സ്കൂൾ തുറന്നിട്ടില്ലായിരുന്നു. സ്കൂൾ തുറക്കുന്നതിന് മുന്നൊരു ദിവസം അവൾ ഈ നമ്പേഴ്സിനെ പറ്റിയും ഈ നമ്പേഴ്സിൻ്റെ എണ്ണത്തെ പറ്റിയും അതിൻ്റെ വലുത് ചെറുത് എന്നുള്ള കോൺസെപ്റ്റിനെ പറ്റിയൊക്കെ അവൾ ചിന്തിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് വളരെ നല്ല കാര്യമല്ലേ? അപ്പം നമ്മൾ ഈ ഒരു ചോദ്യത്തെ നിസ്സാരവൽക്കരിക്കാതെ വളരെ സത്യസന്ധമായി സ്ട്രെയിറ്റ് ഫോർവേഡായി, അതായത് അതിൻ്റെ കറക്റ്റ് ഉത്തരം പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു കോൺസെപ്റ്റാണ് അവളുടെ ആ ചോദ്യം വഴി ഏറ്റവും സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. എന്താണെന്നറിയാമോ? ഞാൻ അവളോട് പറഞ്ഞു, മോളെ 6 എന്ന് പറയുന്ന ഒരു നമ്പർ അതിൻ്റെ അടുത്ത് ഏത് നമ്പറാണോ വെക്കുക അതനുസരിച്ചാണ് അത് വലുതാണോ ചെറുതാണോ എന്ന് തീരുമാനിക്കുക. ഇപ്പം നമ്മൾ 1 ആണ് 6ൻ്റെ അടുത്ത് വെക്കുന്നതെങ്കിൽ 6 ബിഗ് നമ്പറായി. പക്ഷേ നമ്മൾ 60 എന്ന് പറയുന്ന നമ്പറാണ് 6ൻ്റെ അടുത്ത് വെക്കുന്നതെങ്കിൽ 6 സ്മോൾ നമ്പറായി. അപ്പോൾ എന്ത് നമ്പരും എന്ത് ക്വാണ്ടിറ്റിയും വലുതാണോ ചെറുതാണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ അതിൻ്റെ വേറൊരു ക്വാണ്ടിറ്റിയുമായി കമ്പയർ ചെയ്യണം. നമ്മൾ കമ്പയർ ചെയ്ത് താരതമ്യപ്പെടുത്തി അതാണോ ഇതാണോ എന്ന് ചിന്തിച്ചാൽ മാത്രമേ അത് വലുതാണോ ചെറുതാണോ ഏത് ക്വാണ്ടിറ്റിക്കും അത് ബാധകമാണ്. ഇത് ഞാൻ ഒരു എക്സാമ്പിളൂടെ പറഞ്ഞു. ഇപ്പോൾ പീലിക്കുഞ്ഞ് വലുതാണോ ചെറുതാണോ? അമ്മയുടെ അടുത്ത് നോക്കുമ്പോൾ പീലിക്കുഞ്ഞ് കുഞ്ഞു ആവയാണ്. പക്ഷേ ഞങ്ങൾ ഈയിടെ എൻ്റെ ഒരു ഫ്രണ്ട് അപർണയുടെ കുഞ്ഞിനെ കാണാൻ പോയിരുന്നു. ആ അപർണ ആൻറ്റിയുടെ കുഞ്ഞുവാവയെ വെച്ച് നോക്കുമ്പോൾ പീലിക്കുഞ്ഞ് വലുതാണോ ചെറുതാണോ? അത് തീരെ കുഞ്ഞുവാവയാണ്, ഉണ്ടായിട്ടേ ഉള്ളൂ. അപ്പോൾ പീലിക്കുഞ്ഞ് വലിയ വാവയാണ്, വലിയ ആളാണ്. കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഈ കമ്പാരിസണിലൂടെ സ്മോളും ബിഗും ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് അവൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതുകൊണ്ട് എനിക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലേ? ഈ എക്സാമ്പിൾസ് വഴി പറഞ്ഞതിലൂടെ ആ ഒരു കോൺസെപ്റ്റ് അവൾക്കത് പൂർണ്ണമായും മനസ്സിലാവുകയും ചെയ്തു. അവളൊരു ചോദ്യം ചോദിച്ചപ്പം അതിനെ എൻ്റർടൈൻ ചെയ്യുക വഴി അവൾക്ക് വീണ്ടും ഒരു ചോദ്യം ചോദിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഇങ്ങനത്തെ ഒരു ചോദ്യവും സിമ്പിളായിട്ട് കാണരുത്. അതുപോലെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വൈ, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളത്. നമ്മൾ ലോജിക്കലായിട്ടുള്ള ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവരങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ പതറേണ്ട ഒരാവശ്യവും ഇല്ല. അത് എന്തുകൊണ്ടാണെന്ന് നമ്മളങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി.
നമുക്ക് ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് അവരുടെ ഈ വൈ നമ്മളെ അലോസരപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ പ്രീച്ച് ചെയ്യാവുള്ളൂ. അപ്പം നമ്മൾ ഇവരോട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പം അവരതിനെ ചോദ്യം ചെയ്യുമ്പം അച്ഛനോടാണോ അല്ലെങ്കിൽ അമ്മയോടാണോ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അത് നമുക്ക് ഉത്തരം മുട്ടുമ്പോൾ നമ്മൾ കൊഞ്ഞനം കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പെരുമാറുമ്പം വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് പെരുമാറരുത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ചോദ്യം ചെയ്യും. അപ്പോൾ നമുക്ക് ദേഷ്യം വന്നിട്ട് കാര്യമില്ല. പിന്നെ ഈ വൈ അങ്ങനത്തെ ചോദ്യം അങ്ങനെ കാര്യങ്ങൾക്ക് മാത്രമല്ല, ചുറ്റും കാണുന്ന എന്തിനെ പറ്റിയും അവർ ചോദിക്കാം. അതിന് നമ്മൾ പ്രൗഡ് ആവുകയാണ് ചെയ്യുന്നത്, നമ്മൾ ഹാപ്പി ആവുകയാണ് ചെയ്യേണ്ടത്. അവരത് ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നും അവരത് മനസ്സിൽ വെച്ച് ചിന്തിക്കുന്നുണ്ടെന്നും ഉള്ള കാര്യം. പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും, ചിലപ്പം നമുക്ക് തീരെ ഒട്ടും ലോജിക്കില്ല എന്ന് തോന്നുന്ന പോലത്തെ കാര്യങ്ങളായിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിക്കണേ, എന്താ മോൻ അങ്ങനെ ചോദിച്ചത്, അല്ലെങ്കിൽ എന്താ മോൾ അങ്ങനെ ചോദിച്ചത്? എന്തെങ്കിലും ഒരു കാര്യം കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടായിരിക്കുമല്ലോ അവർ അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തിയത്. മോൻ എനിക്ക് എന്താ ചോദിച്ചതെന്ന് മനസ്സിലായില്ല, മോൾ അല്ലെങ്കിൽ മോൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തിയെന്ന് ചോദിക്കുമ്പോൾ അവർ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തരും. അപ്പം നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന്. അപ്പം നമുക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുമ്പോഴത്തേനും ഉള്ള അങ്കലാപ്പ് മാതാപിതാക്കളുടെ. അതിന് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വളരെ സത്യസന്ധമായ ഉത്തരം പറയാനാണ്. ഞാൻ എവിടുന്നാണ് വന്നേ? അമ്മയുടെ വയറ്റിൽ നിന്നാണ് വന്നത്. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിലായിരുന്നു, തീരെ കുഞ്ഞിനെ പറയണത് എൻ്റെ വയറ്റിലായിരുന്നു മോനുണ്ടായിരുന്നത്. മോൻ വലുതായി കഴിഞ്ഞ് വയറ്റിൽ നിൽക്കാൻ പറ്റാതായപ്പം പുറത്തു വന്നു. അങ്ങനെ പറഞ്ഞു തുടങ്ങി. അത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്രായം കൂടുന്നതനുസരിച്ച് അത് പറഞ്ഞു കൊടുക്കാം. അതിന് നാണോ സംഭ്രമോ ഒന്നും വരേണ്ട ഒരു കാര്യമില്ല. വളരെ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാവുന്നൊരു കാര്യമാണ് ഇതൊക്കെ. അതിന് മുകളിലോട്ട് നമ്മൾ കൂടുതൽ ചിന്തിച്ചു കൂട്ടി കുഞ്ഞുങ്ങളെ കൺഫ്യൂസ് ചെയ്യരുത്. എന്ത് കാര്യത്തിനും നമ്മൾ സത്യസന്ധമായി മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള മറുപടികൾ കൊടുക്കണം. അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള മറുപടി കൊടുക്കാനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നൊന്നും ഒരു അലോസരമായി മാറത്തില്ല. അതിന് നമ്മൾ കൃത്യമായി മറുപടി കൊടുക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ സംശയങ്ങൾ ചോദിക്കാനും അവർ തയ്യാറാകും. അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, പ്രായം ആവുന്നതനുസരിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബുക്കുകളിലേക്ക് നമുക്ക് അവരെ വഴിതിരിച്ചിടാൻ കഴിയും. അതായത് നമ്മൾ ഒരു LKG UKG 1ാം ക്ലാസ്സൊക്കെ ആകുന്നതിന് ഒരു പതുക്കെ കൂട്ടി വായിച്ചു തുടങ്ങും. അപ്പോൾ ഈ ആ പ്രായത്തിലുള്ള ഇൻഫർമേഷൻ തരുന്ന പുസ്തകങ്ങളിലേക്ക്, ഇപ്പം ഡൈനോസോറിൻ്റെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സ്പേസിൻ്റെ ചില കാര്യങ്ങൾ, ചില ബേസിക്സ് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവർ സംശയങ്ങളായിട്ട് ചോദിക്കും, പക്ഷെ അത് പലതും എനിക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എനിക്കറിയുന്നില്ല എന്നുള്ളത് കുറ്റമല്ല, അതും ഒരു കുറ്റമല്ല എന്നുള്ള കാര്യം കുഞ്ഞുങ്ങളെ അറിയിക്കണം. എല്ലാ കാര്യവും ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ മറന്നുപോയി. അപ്പോൾ അത് സംശയം പോലെ എന്നോട് ചോദിക്കും, എനിക്കത് അറിയുന്നുണ്ടാവില്ല. അമ്മയ്ക്കൊന്നും അറിയത്തില്ലേ എന്ന് കുഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ പറയണം, നമുക്ക് എല്ലാ കാര്യവും എല്ലാവർക്കും അറിയില്ല. ആ അച്ഛൻ അറിയാവുന്ന ആ കാര്യം ചിലപ്പോൾ അമ്മയ്ക്ക് അറിയുന്നുണ്ടാവില്ല. അമ്മയ്ക്ക് അറിയുന്ന ഒരു കാര്യം ചിലപ്പോൾ അച്ഛനും അറിയുന്നുണ്ടാവില്ല. നമുക്ക് ബുക്കുകളുണ്ട്, അതിനകത്താണെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞ് ബുക്കിലേക്ക് അവരെ നയിക്കാനുള്ള ഒരു കാര്യമായും നമുക്ക് ഈ സംശയങ്ങളെ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും അവർ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഭാരമാണെന്ന് വിചാരിക്കുകയോ അതൊരു പ്രശ്നമായി കാണുകയോ അതിനെ തല്ലിക്കെടുത്തുകയോ ചെയ്യരുത്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് അത് വരുന്നത്. അത് കുഞ്ഞുങ്ങൾക്കും വലുതാവുന്നവർക്കും എല്ലാം വേണ്ട ഒരു എസെൻഷ്യൽ ക്വാളിറ്റിയാണ് ഈ ക്യൂരിയോസിറ്റി.